യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഒരു നല്ല ദിവസം കർത്താവ് നിങ്ങൾക്ക് ഇന്ന് തരട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഇപ്പോൾ സമയം 5 മണിയായിട്ടുള്ളൂ. രാവിലെ നിങ്ങൾ ഉണർന്ന് ഈ ശുശ്രൂഷ പങ്കെടുക്കുമ്പോൾ കർത്താവ് നിങ്ങളെ ഈ ദിവസം മുഴുവൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് നിങ്ങൾ ചെയ്യുവാൻ പദ്ധതിയിട്ടിരിക്കുന്ന എല്ലാ അവസ്ഥകളും, അതിലൂടെ നിന്റെ മനസ്സിൻ്റെ സമാധാനം കളയാൻ ഇടവരുത്താതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കാര്യങ്ങളും നീ ഇന്ന് ഇടപെടുന്ന, ചെയ്യുന്ന, സംസാരിക്കുന്ന എല്ലാ അവസ്ഥകളും ദൈവം നമുക്ക് വിജയം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനം, സന്തോഷം ഇന്ന് പൂർണ്ണമായും നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനൊരു കാര്യം നീ ചെയ്യണം. പ്രൈസ് ലോർഡ്. അത് നാം ചെയ്യേണ്ട കാര്യമാണ് ഇന്നത്തെ വാഗ്ദത്ത വചനം. പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 6-ാം വാക്യം. ഈ വാക്യം അനുസരിച്ച് നാം പ്രാർത്ഥിച്ചാൽ പ്രഭാതത്തിൽ തന്നെ ഈ വചനം ധ്യാനിച്ച് പ്രവർത്തിക്കാൻ നോക്കുകയാണെങ്കിൽ വലിയ സന്തോഷവും വലിയ സമാധാനവും നാം ഓരോരുത്തർക്കും ലഭിക്കും. ആ വചനപ്രകാരമാണ്: ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. പ്രിയമുള്ളവരെ, ഒന്ന് ചിന്തിച്ച് ധ്യാനിച്ചേ. തമ്പുരാൻ പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നാം താഴ്മയോടെ നിൽക്കണം. അങ്ങനെ ദൈവത്തിൻ്റെ കരത്തിൻ കീഴിൽ എളിമപ്പെട്ടുകൊണ്ട് നാം നിൽക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ മറ്റൊരു വാഗ്ദത്തമാണ്, അങ്ങനെ എളിമപ്പെട്ട് നിൽക്കുമ്പോൾ തക്ക സമയത്ത് നമ്മെ കർത്താവ് ഉയർത്തും. നമ്മുടെ സമയമല്ല, ദൈവത്തിൻ്റെ സമയമാണ്. അങ്ങനെ താഴ്മയോടെ കാത്തിരുന്ന് ആ സമയത്ത് ദൈവം തക്ക സമയത്ത് നമ്മെ ഉയർത്തും. ഒപ്പം തന്നെ പ്രിയമുള്ളവർ, നമ്മുടെ ഉത്കണ്ഠകളും നമ്മുടെ അസ്വസ്ഥകളും നമ്മുടെ ഭാരങ്ങളും വേദനകളും എല്ലാം ദൈവത്തെ ഫലമേൽപ്പിക്കണം. അവിടുന്ന് നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. പ്രിയമുള്ളവരെ, അവൻ്റെ സമയത്തിൻ്റെ കാത്തിരിക്കുകയും അവൻ എന്നിൽ പ്രവർത്തിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുക, അവൻ എന്നെ ഉയർത്തും. എങ്കിൽ പ്രിയമുള്ളവരെ, ഈ വചനം ധ്യാനിക്കാം. എളിമയോടുകൂടി ഈ ദിവസം മുഴുവനുമായി ദൈവസന്നിധി സമർപ്പിക്കാം നമ്മെ തന്നെ. ഞാൻ എന്നിൽ തന്നെ ആശ്രയിക്കാതെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. എങ്കിൽ പ്രിയമുള്ളവരെ, നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം ഈ വാഗ്ദത്ത പേടകത്തിലേക്ക് സമർപ്പിച്ചോളൂ. ഓർക്കുക, ഏത് നിയോഗമാണോ നീ സമർപ്പിക്കുന്നത്, ഈ ദിവസവുമായി ബന്ധപ്പെട്ട് എന്തുമായിക്കൊള്ളട്ടെ. ഒരുപക്ഷെ പരീക്ഷ എന്ന വ്യക്തിയാകാം, അല്ലെങ്കിൽ ജോലിക്ക് പോണ വ്യക്തിയാകാം, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോണ വ്യക്തിയാകാം, ഹോസ്പിറ്റലിൽ പോണ വ്യക്തിയാകാം, ഏതെങ്കിലും തരത്തിൽ ആരുമായി ബന്ധപ്പെടാൻ പോകുന്ന സന്ദർഭങ്ങളാകാം. ഒരു കാര്യം ഓർത്തോളൂ, നിന്റെ ജീവിതത്തിൽ ഇന്ന് നിന്നെ ഉയർത്തുന്ന ദിവസമായി മാറും. എളിമയോടുകൂടി ദൈവസന്നിധിയിൽ വ്യാപരിച്ചുകൊണ്ട് എന്നെ തന്നെയും എൻ്റെ ആഗ്രഹങ്ങളെയും എൻ്റെ ആവശ്യങ്ങളെയും എൻ്റെ നിയോഗങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ ഉയർത്തും. നിങ്ങൾ സമർപ്പിച്ച ഈ നിയോഗം മുഴുവനുമായി ഇതാ അച്ഛൻ അൽത്താരയിലേക്ക് പോകുന്നു. ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൽത്താരയിലേക്ക് അച്ഛൻ സമർപ്പിക്കുന്നു. ഈ ദിവസം നിനക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയ ദിവസമാണ്. അതാണ് കർത്താവ് പറഞ്ഞത്, തക്ക സമയത്ത് ഒന്ന് പ്രാർത്ഥിച്ച് ഞാൻ അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, തക്ക സമയത്ത് നീ ഉയർത്തുമെന്ന് പറഞ്ഞുവെങ്കിൽ എൻ്റെ പൊന്നു തമ്പുരാനെ, ഈ ശുശ്രൂഷ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളുടെ ജീവിതം ഈ ദിവസമാകട്ടെ തക്ക സമയമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒപ്പം കർത്താവ് പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ മക്കളുടെ ജീവിതത്തിൽ ഇന്ന് നീ അത്ഭുതം അടയാളം പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എളിമപ്പെട്ടുകൊണ്ട് നിന്റെ ഹിതത്തിന് വേണ്ടി നിന്റെ സമയത്തിന് ഞങ്ങൾ കാത്തിരിക്കുന്നു. കർത്താവേ,
ഈ വചനം ശ്രവിക്കുന്ന മക്കളും ഇവർ ആർക്കൊക്കെ ഫോർവേഡ് ചെയ്യുന്നോ അങ്ങനെ ഫോർവേഡ് ചെയ്ത് ലഭിക്കുന്ന ആ മക്കൾക്കും ദൈവമേ നിന്റെ വലിയ ശക്തി അനുഭവിക്കാൻ കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവായ ശമിശാകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ.